എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്ന് ആ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കോടതി വന്നിരിക്കുകയാണ്. ഏത് കാര്യമെന്ന് വെച്ചാൽ, നമ്മുടെ കഷായത്തിൽ വിഷം കൊടുത്തിട്ട് ഒരു ദുഷ്ടത്തി ഷാരോൺ എന്ന് പറയുന്ന ഒരു പാവം യുവാവിനെ കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു കേസിൻ്റെ വാദപ്രതിവാദങ്ങളൊക്കെ നടക്കുകയാണ്. തിങ്കളാഴ്ചയിരുന്നായിരിക്കും ഗ്രീഷ്മയുടെ വിധി പറയുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ കോടതിയിൽ കോടതികളിലെന്ന് പറഞ്ഞാൽ പറയുന്നത് പകുതി കള്ളത്തരമായിരിക്കും. അതായത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പ്രതികൾ പലതും പറയുമല്ലോ. അതുപോലെ ഇപ്പോൾ ഗ്രീഷ്മ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഷാരോൺ എന്ന് പറയുന്ന യുവാവ് ഒരു സ്ത്രീലമ്പടൻ എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. അതായത് അതിന് പറഞ്ഞ വാക്ക് എന്ന് വെച്ചാൽ, ഷാരോൺ എന്ന് പറയുന്ന യുവാവിന് ഈ ഈ ഗ്രീഷ്മയുമായിട്ട് പ്രണയത്തിലായിരുന്ന സമയത്ത് അവർ തമ്മിലുള്ള കുറച്ച് സ്വകാര്യ ദൃശ്യങ്ങൾ അത് ഷാരോൻ്റെ സ്വന്തം മൊബൈലിൽ പകർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ദൃശ്യങ്ങൾ വെച്ചിട്ട് സ്ഥിരമായിട്ട് ഗ്രീഷ്മയെ പുള്ളിക്കാരൻ ബ്ലാക്ക് മെയിൽ ചെയ്തിരുന്നു എന്നൊക്കെയുള്ള രീതിയിലാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് അവർ ഹാജരാക്കിയ ചിത്രം എന്ന് പറയുന്നത്, അവർ പറയുന്ന ചിത്രം എന്ന് പറഞ്ഞാൽ, ഗ്രീഷ്മയും ഷാരോണും കൂടി ബെഡിലിരുന്നുള്ള ഒരു ചിത്രം ഉണ്ടല്ലോ, അത് ഷാരോണിൻ്റെ മൊബൈലിൽ നിന്നാണ് അത് പകർത്തിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ വച്ചിട്ടാണ് അവർ പറയുന്നത്. തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന തെളിവുകളാണ്. അങ്ങനെ ഷാരൂൺ എന്ന് പറയുന്നത് സ്ത്രീകളോട് പ്രത്യേക താല്പര്യമുള്ള വ്യക്തിയാണ്. അതറിഞ്ഞതിന് ശേഷം ഗ്രീഷ്മ അതിൽ നിന്നും ഒഴിഞ്ഞു മാറാനായിട്ട് നോക്കി. അപ്പോൾ അങ്ങനെ ഒഴിഞ്ഞു മാറാനായിട്ട് നോക്കിയ സമയത്ത് പലതവണ നോക്കിയിട്ടും ഈ പറയുന്ന ഷാരൂൺ അതിന് അനുവദിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല, ഈ പറയുന്ന സ്വകാര്യ ദൃശ്യങ്ങൾ അത് കാണിച്ച് പുള്ളിക്കാരത്തെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒടുവിൽ പുള്ളിക്കാരത്തേക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതായപ്പോൾ ചെയ്തു പോയതാണ് എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നതെന്നല്ല, നമ്മുടെ പുള്ളിക്കാരത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രീഷ്മ. അങ്ങനെ നമ്മുടെ ഗ്രീഷ്മ മാഡം ഇപ്പോൾ പറയുന്നത് അങ്ങനെയാണ്. എന്തോ ഒരു കള്ളത്തരമാണ് ഈ പെണ്ണ് പറഞ്ഞു കൂട്ടുന്നത്. ഒരു ജീവൻ എടുത്തതിന് ശേഷം പറയുന്നത്. അത് ഒരു തവണയല്ല, എത്ര തവണ ആ പാവത്തിന് കഷായത്തിൽ ഈ പറയുന്ന കീടനാശിനി കഷായത്തിലെന്ന് പറഞ്ഞ് ജ്യൂസിൽ വിഷം ചേർത്ത് കൊടുത്തു എന്നുള്ള കാര്യം നമുക്കറിയാലോ. നമ്മളതൊക്കെ അന്നേ കണ്ടും കേട്ടും ഇരിക്കുന്ന ഒരു സംഭവമാണ്. എന്നിട്ട് അവൾക്ക് ഒരു ഉളുപ്പും ഇല്ലാതെയാണ് അവൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. അവളുടെ വക്കീലും അവളും കൂടി ചേർന്നിട്ട് പറയുന്നത്. ശരിക്കും പറഞ്ഞു പഠിപ്പിച്ച കാര്യങ്ങളാണെന്നത് കേൾക്കുന്ന എല്ലാവർക്കും നന്നായിട്ട് അറിയാം. എന്തായാലും ആ വക്കീലിൻ്റെ ഫാമിലിയിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. വക്കീലന്മാർ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അത് അവരുടെ ജോബാണല്ലോ. അതുകൊണ്ട് തന്നെ അവരെ പറയണ്ട. എന്ത് തന്നെയാണെങ്കിലും പ്രണയിച്ച പുരുഷന് വിഷം കൊടുത്ത് കൊന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ നിൽക്കുന്ന ഒരുത്തി. അതുമാത്രമല്ല, വാദങ്ങളൊക്കെ നടന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട കോടതി ജഡ്ജി ഈ പറയുന്ന ഗ്രീഷ്മയെ അടുത്തേക്ക് വിളിച്ചിട്ട് കാര്യങ്ങൾ ചോദിച്ചു. എന്താണ് ഇനി തനിക്ക് പറയാനുള്ളത് എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഗ്രീഷ്മ പറഞ്ഞതെന്ന് വെച്ചാൽ, എനിക്ക് ഒരുപാട് ബിരുദാനന്തര ബിരുദം നേടിയ ഒരു വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരത്തിയുടെ പഠനത്തിൻ്റെ സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളൊക്കെ ഹാജരാക്കി. അതിനുശേഷം പുള്ളിക്കാരത്തി പറയണേ, എനിക്ക് തുടർന്ന് പഠിക്കാനായിട്ട് വളരെ മോഹമുണ്ട്, പിന്നെ എനിക്കൊരുപാട് സ്വപ്നങ്ങളുണ്ട്, എനിക്ക് പ്രായം കുറവാണ്, എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ ഒറ്റ മോളാണ്, അതുകൊണ്ട് തന്നെ എന്നെ ആ ഒരു തെറ്റിലേക്ക് പ്രേരിപ്പിച്ചത് അയാൾ തന്നെ ആയിരുന്നു, എനിക്കതിൽ മാനസാന്തരമുണ്ട്, അതുകൊണ്ട് എനിക്ക് തുടർന്ന് പഠിക്കണം, അതുകൊണ്ട് എൻ്റെ ശിക്ഷ ഏറ്റവും കുറഞ്ഞ ഒരു കുട്ടി ശിക്ഷ കൊടുക്കണം എന്നാണ് നമ്മുടെ ഗ്രീഷ്മ കഷായം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഗ്രീഷ്മ. അതേസമയം നമ്മുടെ ഷാരോണിൻ്റെ വക്കീൽ വളരെ സ്ട്രോങ് ആയിട്ട് എന്നെ ഷാരോണിന് വേണ്ടിയിട്ട് വാദിച്ചിട്ടുണ്ട്, ഷാരോണിൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് വാദിച്ചിട്ടുണ്ട്. അവരാവശ്യപ്പെടുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ, ഈ പറയുന്ന ഒരു യുവാവിനെ ഇത്രയും കഠിനമായിട്ട് കൊന്നുകളഞ്ഞ, അത് ഒരു തവണയാണെങ്കിൽ പക്വതക്കുറവ് അല്ലെങ്കിൽ അബദ്ധം എന്ന് വിചാരിക്കണം, പല തവണ ശ്രമിച്ചിട്ട് പാവത്തിനെ കൊന്നുകളയാനായിട്ട് പദ്ധതിയിട്ട് അവളെ ഒന്നിൽ കൂടുതൽ തവണ വിഷം ചേർത്ത് കൊടുത്ത് ആ പാവത്തിനെ കൊന്നുകളഞ്ഞ ആ ഒരു ദുഷ്ടത്തിക്ക് ചെകുത്താൻ്റെ മനസ്സാണ്. അതുകൊണ്ട് തന്നെ അവളെ വെറുതെ വിടരുത്, വധശിക്ഷ തന്നെ കൊടുക്കണം എന്നാണ് ഷാരോണിൻ്റെ കുടുംബത്തിന് വേണ്ടി വാദിച്ച വക്കീൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു കേസിൻ്റെ വിധി തിങ്കളാഴ്ചത്തേക്ക് അറിയാൻ സാധിക്കും എന്നാണ് കേട്ടിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ, പറയാതെ നിവൃത്തിയില്ല.
ജയിലിൽ നിന്നും കോടതിയിലേക്ക് കൊണ്ടുവന്ന നമ്മുടെ ഗ്രീഷ്മ നന്നായിട്ട് അടിപൊളിയായിട്ട് ഒരുങ്ങി സ്റ്റിക്കർ പൊട്ടും അതുപോലെ കുറികളൊക്കെ ഇട്ട് നന്നായിട്ട് അണിഞ്ഞൊരുങ്ങി ചമഞ്ഞാണ് വന്നിരിക്കുന്നത്. ഒരു VIP വന്ന ആ ഒരു രീതിയിലാണ് നമ്മുടെ ഗ്രീഷ്മയെ കൊണ്ടുവന്നത്. എന്തായാലും ഗ്രീഷ്മയ്ക്ക് ആവശ്യത്തിന് സ്റ്റിക്കർ പൊട്ടും അതുപോലെ തന്നെ എന്താണ് കുറികളൊക്കെ കൊടുത്ത് ഗ്രീഷ്മയെ അണിയിച്ച് ചമച്ച് ഒരുക്കി കൊണ്ടുവന്ന വ്യക്തി ആരാണെന്ന് എനിക്കറിയില്ല. അത് ജയിലധികൃതരായാലും പോലീസുകാരായാലും ഇനി ആരായാലും അവർക്ക് എൻ്റെ വക ഒരു സ്പെഷ്യൽ നന്ദി പറയുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ നന്ദി എന്ന് പറഞ്ഞാൽ വെറും ഒരു പരിഹാസത്തിൻ്റെ നന്ദിയാണ് എന്നുകൂടി ഈ ഒരു അവസരത്തിൽ പറയുകയാണ്. വെറും പരിഹാസത്തിൻ്റെ നന്ദി. കാര്യം എന്താണെന്ന് വെച്ചാൽ ഉളുപ്പുണ്ടോ ഇവർക്ക് ഇങ്ങനെ ഈ അണിയിച്ചൊരുക്കി കൊണ്ടുവന്ന വ്യക്തികളോട്, അത് അവരെ ആരാണെന്നൊന്നും എനിക്കറിയില്ല, ആരായിരുന്നാലും അവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? ഒരു കൊലപാതകിയെ, ഒരാളെ കൊന്ന ഒരുത്തിയെ കൊണ്ടുവരുന്നതാണ്, ഇത്രയും അടിപൊളിയായിട്ട് കൊണ്ടുവരുന്നു. നിങ്ങൾക്കൊക്കെ നാണമുണ്ടോ ഇങ്ങനെ കൊണ്ടുവരാനായിട്ട്? പിന്നെ അടിപൊളിയായിട്ട് ഡ്രസ്സ് ചെയ്ത്, ശരിക്കും പറയുകയാണെങ്കിൽ നല്ല ചേഞ്ച് ഉണ്ട് കേട്ടോ. പുള്ളിക്കാരത്ത് ജയിലിലേക്ക് പോയ ആളെയല്ല, അത്യാവശ്യം തടിച്ച് കൊഴുത്തൊന്ന് ഉരുണ്ടിട്ടുണ്ട്. ഇപ്പോൾ കോടതിയിലേക്ക് കൊണ്ടുവരുന്നപ്പോൾ കണ്ടത് ഇത്തിരിയൊന്ന് കൊഴുത്തിട്ടുണ്ട്. ചുമ്മാതാണോ? ആളുകളൊക്കെ ഒരു കൂസലും ഇല്ലാതെ ആരെ വേണമെങ്കിലും കൊന്നിട്ടും കട്ടിട്ടും പിടിച്ചു കുറച്ചിട്ടും തലക്കടിച്ചിട്ടും പെട്രോൾ ഒഴിച്ച് കത്തിച്ചിട്ടും ഒക്കെ ജയിലിലേക്ക് പോകുന്നത് വെറുതെയാണോ? ഇതുപോലെ തടിച്ച് ഉരുണ്ട് കൊഴുത്ത് നല്ല സുന്ദരിയാക്കിയല്ലേ ഇപ്പോൾ വെച്ചിരിക്കുന്നത് പുള്ളിക്കാരത്തെ. ഇതുകൊണ്ടൊക്കെയാണ് ആളുകൾക്ക് പ്രചോദനം ഉണ്ടാവുന്നത്. ജയിലിൽ പോയാൽ എന്താണ്, പോലീസ് സ്റ്റേഷനിൽ വെച്ച് 2 ഇടി കിട്ടും അല്ലെങ്കിൽ അടി കിട്ടും. അവിടെ വെച്ച് കിട്ടുന്നത് അവിടെ വെച്ച് തീരും. അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ജയിലിലേക്ക് പോകുമ്പോൾ ആദ്യ കാലങ്ങളിൽ കുറച്ച് അടി കിട്ടുമായിരിക്കും. അത് കഴിയുമ്പോൾ അങ്ങ് ശീലമായി പോവും. പിന്നീട് നല്ല വൃത്തിയായിട്ട് നന്നായിട്ട് അറിഞ്ഞ് വിട്ട് തടിച്ച് കൊഴുത്ത് ഉരുണ്ട് പുറത്തേക്ക് വരാം എന്ന ധാരണയൊക്കെ എല്ലാവർക്കും തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് ഇവക്കുള്ള ഈ ഒരു രീതി എന്ന് പറഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ അവൾക്ക് ചന്ദനവും കുങ്കുമവും കൊണ്ട് കൊടുത്തത് ആരാണെന്നൊന്നും എനിക്കറിയില്ല. എന്ത് തന്നെ ആയാലും വരുന്നത് കണ്ടാൽ തോന്നും അവൾ എന്തോ വലിയ മത്സരത്തിൽ പങ്കെടുത്ത് വിജയിച്ച് വന്ന ആ ഒരു രീതിയിലാണ് പുള്ളിക്കാരത്തി കൊണ്ടുവരുന്നത്. അവൾക്കാണെങ്കിൽ ഒരു നാണവും മാനവും ഉളുപ്പും ഇല്ലാത്ത സ്ത്രീയാണെന്നുള്ള കാര്യം അവളെ കണ്ടാലേ അറിയാം. ഇവളെ പോലെ ഉള്ളവർക്ക് പശ്ചാത്തപിക്കേണ്ട ഒരു സാഹചര്യവും കൊടുക്കേണ്ട ഒരാവശ്യമില്ല. ഞാൻ ചോദിക്കട്ടെ, അതായത് എനിക്ക് ചോദിക്കേണ്ടത് ഒരു കാര്യം, നമ്മുടെ പൊതുസമൂഹത്തോട് എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യമാണ്. ഇവക്ക് പ്രായത്തിൻ്റെ ഇളവ് കൊണ്ട് ഇവൾ ചെയ്തു പോയതാണ്, ഇവക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു എന്നിങ്ങനെ ഇവൾ പറയുന്നുണ്ട്. അങ്ങനെ പറയുന്ന ഇവളോട് ഒരേ ഒരു ചോദ്യം, ആ ഷാരോൺ എന്ന് പറയുന്ന ആ യുവാവിനും സ്വപ്നങ്ങളൊന്നും ഇല്ലായിരുന്നോ? അയാളുടെ വീട്ടുകാർക്ക് എന്താ സ്വപ്നങ്ങളൊന്നും ഇല്ലായിരുന്നോ? അപ്പോൾ ഈ തെറ്റ് ചെയ്യുന്ന ഇവൾക്ക് മാത്രമേ ഉള്ളൂ സ്വപ്നങ്ങൾ? ഇവളെപ്പോലുള്ളവളുമാരെയൊന്നും വെറുതെ വിടരുത്. ഒരു പുരുഷൻ തെറ്റ് ചെയ്താലും സ്ത്രീ തെറ്റ് ചെയ്താലും തെറ്റ് തന്നെയാണ്. അത് പ്രത്യേകിച്ച് ന്യായീകരിക്കാനായിട്ട് ആരും വരേണ്ട കാര്യമില്ല. ഇപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ്, ഇവൾക്ക് വേണ്ടിയിട്ട് ഇവളുടെ ഭാഗത്തുള്ള വക്കീൽ വാദിച്ചു. അത് സ്വാഭാവികമാണ്, വക്കീലന്മാർ വാദിക്കുമല്ലോ അവരവരുടെ പ്രതികൾക്ക് വേണ്ടി, അവരവരുടെ കക്ഷികൾക്ക് വേണ്ടിയിട്ട് വാദിക്കുന്നത് സർവ്വസാധാരണമാണ്. അപ്പോഴും എനിക്ക് ചോദിക്കേണ്ട ഒരു കാര്യമാണ്, ഇവൾക്ക് ശിക്ഷയിൽ ഇളവ് കൊടുക്കണമെന്ന് പറയുന്ന നാറികൾ അത് ആരായാലും അവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് 19 വയസ്സുള്ളൊരു ആൺകുട്ടി, അവൻ്റെ കൂടപ്പിറപ്പിനോട് അവൻ വളരെ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടായിരുന്നു. ആ കൂടപ്പിറപ്പിനെ പീഡിപ്പിച്ചു ലൈംഗികമായിട്ട് എന്ന് തന്നെ വേണം പറയാനായിട്ട്. അവന് കോടതി കൊടുത്ത ഏറ്റവും വലിയ ശിക്ഷയെന്ന് പറഞ്ഞാൽ വധശിക്ഷയല്ല കൊടുത്തത്. അവനിപ്പോൾ 19 വയസ്സാണുള്ളത്. അവൻ പ്രായപൂർത്തി അവൻ്റെ മരണം വരെ അവനെ ജയിലിലിടാനുള്ള ആ ഒരു വിധിയാണ് കോടതി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു മനുഷ്യനെ കൊന്ന ഇവൾക്ക് എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടത്? അതുമാത്രമല്ല, ഇപ്പോൾ ബോച്ചയുടെ പ്രശ്നം വന്നപ്പോൾ തന്നെ ഹണി റോസിനോട് ദ്വയാർത്ഥ പ്രയോഗം നടത്തിയപ്പോഴത്തേക്ക് ബോച്ചയെ 5-6 ദിവസത്തോളം ബോച്ച ജയിലിൽ കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. നല്ല രീതിയിൽ തന്നെ ഒരു കുറ്റവാളിയെ കൊണ്ടുപോകുന്ന രീതി തന്നെ കൊടുത്തു. അതിൻ്റെ പേരിൽ നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് നിയമവും കൂടിയൊക്കെ വന്നു. അതിൽ വളരെ സന്തോഷം. നിയമങ്ങളൊക്കെ വരുന്നത് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്കൊക്കെ, അതുപോലെ തന്നെ പുരുഷന്മാർക്ക് നേരെ വരുന്ന അതിക്രമങ്ങൾക്ക് നിയമങ്ങൾ വരണം, വളരെ സ്ട്രോങ് ആയിട്ട് വരണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഈ പറയുന്ന ഒരു ഹണി റോസിനെ ഒരു ദ്വയാർത്ഥ പ്രയോഗം നടത്തി അല്ലെങ്കിൽ അപമാനിച്ചു എന്നതിൻ്റെ പേരിൽ ബോച്ചയ്ക്ക് ജാമ്യം പോലും കൊടുക്കാണ്ട് പുള്ളിക്കാരനെ
ഒരു കൊടും കുറ്റവാളിയെ കൊണ്ടുപോകുന്നത് പോലെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി 4-5 ദിവസം ജയിലിലും അടച്ചു, റിമാൻഡ് ചെയ്തു. അപ്പോൾ ഈ പറയുന്ന ഒരു ഷാരോൺ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട യുവാവിനെ നിർദ്ദയം കൊന്നുകളഞ്ഞ ഇവൾക്ക് എന്താ വധശിക്ഷയിൽ കുറഞ്ഞ വല്ലതും ഇവൾ അർഹിക്കുന്നുണ്ടോ? അതാണ് എനിക്ക് ചോദിക്കേണ്ടത്. ഇനി അവൾ വധശിക്ഷ അവൾക്ക് കൊടുക്കുന്നില്ലെങ്കിൽ വേണ്ട, അവൾക്ക് മരണം വരെ ജയിലിൽ കിടക്കാനുള്ളൊരു സാഹചര്യം അവൾക്ക് കൊടുക്കണം. 19 വയസ്സുള്ളൊരു ചെറുക്കന് അവൻ്റെ പ്രായത്തിൻ്റെ പക്വതക്കുറവ് കൊണ്ടും അഹങ്കാരം കൊണ്ടും അവനിലുള്ള വൈകൃതം കൊണ്ടും അവനവൻ്റെ സ്വന്തം കൂടപ്പിറപ്പിനോടാണ് വളരെ മോശമായിട്ട് പെരുമാറിയത്. അത് തെറ്റ് തന്നെയാണ്. ഒരിക്കലും മരണം കൊണ്ട് പോലും തോൽപ്പിക്കാൻ പറ്റാത്ത അത്രയും വലിയ തെറ്റ് തന്നെയാണ് ചെയ്തത്. പക്ഷേ ആ ഒരു തെറ്റ് ചെയ്ത ആ പയ്യന് അവൻ്റെ ജീവിതാവസാനം വരെ ജയിൽ ശിക്ഷ കൊടുത്ത നമ്മുടെ കോടതി ഇവൾക്കും തക്കതായ വലിയ ശിക്ഷ തന്നെ കൊടുക്കണം. ഇവളെ ഒരിക്കലും ഒരു കൊച്ചു ശിക്ഷയെ കൊടുത്ത് ഇവളെ ഒഴിവാക്കരുത്. ഇവളുടെ മരണം വരെ ഇവൾക്ക് ജയിലിൽ തന്നെ കിടന്നോട്ടെ. ഇവൾക്ക് എന്തിനാണ് പുറത്തേക്ക് വരുന്നത്? അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഈ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും നിങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്തേക്കണം. ഈ വീഡിയോ ഇഷ്ടമാവുന്നവർ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ.